ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഞാനും അക്ഷി ബേബിയും പിന്നെ ഫാദറിൻലോ മദറിൻലോ എല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ ഒരു റീയൂണിയന് വേണ്ടി പോവാണ് കുമാരനെല്ലൂർ സ്കൂളിൽ. അപ്പോൾ അച്ഛൻ പഠിച്ചിരുന്ന 10th ക്ലാസ്സിൻ്റെ റീയൂണിയൻ ഇതായിരുന്നു അവരുടെ ഒരു അറേഞ്ച്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ബലൂൺ വെച്ചിട്ടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു സ്വാഗത പ്രസംഗമായിരുന്നു നമ്മൾ ചെല്ലുന്ന ടൈമിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു അങ്കിള്, ഒരു മോഹനകൃഷ്ണൻ എന്ന് പറഞ്ഞ അങ്കിളാണ്, ഇവരെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന അങ്കിള് ഒരു പ്രസംഗമൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ ആ ഒരു ബാച്ച് അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, പബ്ലിഷ്ഡ് മാഗസിനാണ്, ജാലകം എന്നുള്ള പേരിൽ ഒരു ബുക്ക്. നല്ല ബുക്കാണ് കേട്ടോ. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രിൻ്റ് ഔട്ടാണ്, ഒരു കോപ്പിയാണ്. അപ്പോൾ കുമാരനെല്ലൂരിൻ്റെ ചരിത്രവും പിന്നെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും പിന്നെ നമ്മുടെ MT വാസുദേവൻ സാർ ഒക്കെ പഠിച്ചിരുന്നത് കുമാരനെല്ലൂർ ഹൈസ്കൂളിലായിരുന്നു. അപ്പോൾ അവരെ പറ്റിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ, അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഉള്ള ഒരു നല്ലൊരു ബുക്കായിരുന്നു. ബുക്കിന് ജാലകം എന്നായിരുന്നു പേര്. ഒരുപാട് എഴുത്തുകാരും ഒക്കെ എഴുതിയിട്ടുണ്ട്, ഓരോരോ അവരുടേതായിട്ടുള്ള സൃഷ്ടികളൊക്കെ ബുക്കിലുണ്ടായിരുന്നു. നല്ല ബുക്കായിരുന്നു കേട്ടോ. ഞാൻ വായിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്ന് എനിക്ക് എൻ്റെ പേര് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വെറുതെ സൂം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റോറീസൊക്കെ ഉള്ള നല്ല ബുക്കാണ്. നമ്മുടെ 1947 ഓഗസ്റ്റ് 15 ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നു ബുക്കൊക്കെ വായിച്ചപ്പോൾ. അപ്പോൾ അച്യുതൻ നമ്പൂതിരിയൊക്കെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ജാലകം എന്നായിരുന്നു അവരുടെ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ വെറുതെ ഒന്ന് നടന്നു കേട്ടോ. ഒരു ബ്രേക്കിൽ വെറുതെ ഒന്ന് നടന്നപ്പോൾ ഒരു ക്ലാസ് റൂമിൽ കുറേ അത്യാവശ്യം പ്രായമുള്ള, ഇവരുടെ കൂടെ പഠിച്ചിട്ടുള്ള ഏകദേശം ഒരു 65 അറൗണ്ട് ഏജുള്ള കുറേ ആൻറ്റിമാരും പിന്നെ അവരുടെ റിലേറ്റീവ്സൊക്കെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വേറെ ഒന്നുമല്ല, എൻ്റെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി കാലഘട്ടത്തിലേക്ക് ഒരു ചെറിയൊരു തിരിഞ്ഞു നോട്ടം പോലെയായിരുന്നു. അപ്പോൾ തിരുവാതിരയായിരുന്നു. എന്തായാലും നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു അവർ. അവരുടെ ആ ഒരു ഏജിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവരെല്ലാം കൊണ്ടും നല്ല പെർഫെക്ഷനായിരുന്നു. പിന്നീട് ഈ ആൻറ്റി എന്ന് പറയുന്നത് അവരുടെ കൂടെ തന്നെ പഠിച്ചിട്ടുള്ള അത്യാവശ്യം എല്ലാ ഫീൽഡിലും, നമ്മളുടെ ഈ സർവീസ് ഫീൽഡിലൊക്കെ ഉള്ള ഒരു ആളാണ് കേട്ടോ. പാലിയേറ്റീവ് ക്ലബിൻ്റെ മെയിൻ ആളാണ്. പിന്നെ അതേപോലെ തന്നെ ന്യൂട്രീഷനിസ്റ്റാണ്, ഡയറ്റീഷ്യനാണ്. അങ്ങനെ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൻറ്റിയാണ് ഇവർ. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചിട്ട്, കണ്ടംപററി സൊസൈറ്റിയിലുള്ള ചിൽഡ്രൻ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സിനെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രസംഗവും അതിലുപരി അവർ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൗൺസിലറാണ്. അങ്ങനെ ഒരുപാട് സെക്ഷൻസിൽ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ആളായിരുന്നു ഇവർ. അപ്പോൾ ഇവരുടെ സ്കൂളിൽ തന്നെ പഠിച്ച, ഇവരുടെ സെയിം ബാച്ചിലുണ്ടായിരുന്ന ഒരു ആൻറ്റി ആയിരുന്നു. അപ്പോൾ അവർ ഒരു നാട്ടറിവ് എന്ന് പറയുന്നൊരു ബുക്ക് ഇറക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു പ്രസംഗത്തിൽ. പിന്നെ അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെറിയ ചെറിയ അസുഖങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നതും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ പുതിയ മാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അതിന് ശേഷം അവരുടെ എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ലഞ്ചായിരുന്നു കേട്ടോ, സദ്യ, നല്ല ഒരു സദ്യയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആഫ്റ്റർനൂൺ സെഷനിൽ ഒരു അങ്കിള് പദ്യപാരായണം നടത്തി. നല്ല രീതിക്ക് തന്നെ അവരുടെ ഇതായിട്ടുള്ള, ഞാൻ ശരിക്കും ആലോചിച്ചിട്ടോ, ശരിക്കും ഷോക്കിംഗ് ആയി എത്ര നന്നായിട്ട് ഇവരൊക്കെ ഓരോ പരിപാടികൾ ചെയ്യുന്നത്. അവരുടെ ഒരു ഏജിൻ്റെ ഇത് വെച്ചിട്ടും ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ മെമ്മറി പവർ വേണം എങ്ങനെയായാലും. പിന്നെ ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ പറയണ്ടായിരുന്നു. പിന്നെ അവരുടെ പലരുടെയും പേരക്കുട്ടികളാണ് ഈ ഡാൻസ് ചെയ്യുന്നത് കേട്ടോ. അവരുടെ വക ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അതും ചെറിയ മക്കളല്ലേ, ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അവർക്ക് ഈ ഒരു ഓപ്പൺ സ്റ്റേജിൽ വന്നിട്ട് അങ്ങനെ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ചതിലും ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഡാൻസിന് ശേഷം പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന പരിപാടികൾ എന്ന് പറയുമ്പോൾ പിന്നെയും കുറേയധികം പ്രസംഗം, പിന്നെ സിനിമ പാട്ട്, ഈ ഡ്യുവറ്റ് സോങ്സ് പാടുക, പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും കൂടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം അക്ഷി ബേബി ചെറിയ രീതിയിലൊന്നിങ്ങനെ ഈ ഡിസ്റ്റർബ്ഡ് ആവേണ്ടത് തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് അവളെ ബലൂണും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക വിചാരിച്ചിരുന്നത്. നമ്മൾ കുറച്ച് നേരം നടന്നു. അപ്പോൾ നടക്കുന്ന കൂട്ടത്തിൽ ബാക്ക് സ്റ്റേജിൽ
നമ്മുടെ സ്റ്റേജിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് അങ്ങനെ ഓരോരോ മക്കൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ബലൂൺ ഭയങ്കര ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. പിന്നെ പൂരത്തിന് മുന്നേ നമ്മളൊരു ലൈറ്റ് പന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൽ നിന്നാണ് ഈ പന്ത് കാര്യങ്ങൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല ഇങ്ങനെ എക്സ്പ്ലോറേഷൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഞാൻ മാക്സിമം ഓഫീസുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും ചിലപ്പോൾ ഈവനിങ്ങൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ടയേർഡായിരിക്കും. എന്നാലും മോൾക്കൊന്നും നമ്മുടെ പുറം ലോകമായിട്ടൊരു ഒരു സോഷ്യൽ ആൻസൈറ്റി ഒക്കെ ഒന്നും ഇല്ലാതിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും പരിപാടികളൊക്കെ പോവാറുണ്ട്. അങ്ങനെ അവളെയും കൊണ്ട് നമ്മൾ പോവാറാണ്. ഓക്കെ, അപ്പോൾ ബലൂണിൻ്റെ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ കുറേ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കാറ് കയറി. അപ്പോൾ അച്ഛൻ മറ്റേ ഡ്രൈവിംഗ് സീറ്റിൽ തൊട്ടടുത്തുള്ള സീറ്റിൽ അവളെ ഇരുത്തി. ഇതാണ് കേട്ടോ അച്ഛൻ, ഹസ്ബൻഡ് അച്ഛനാണ്. അപ്പോൾ ആളിങ്ങനെ കാറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. വലിയ ആൾക്കാർ, വലിയ കുട്ടികൾ ഇരിക്കുന്ന പോലെ തന്നെ. ആൾക്കിപ്പോൾ 6 months ജസ്റ്റ് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഒന്ന് ഫ്രഷായി അക്ഷി ബേബിയെയും ഒന്ന് മേലൊക്കെ കഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ ക്വാളിറ്റി ടൈമാണ് കേട്ടോ. കുറച്ചധികം നേരം നമ്മൾ കളിക്കും അക്ഷി ബേബിനായിട്ട്. ആൾക്ക് ഒരു കമ്പനി പിന്നെ ഒരു മെൻറ്റൽ ഗ്രോത്തിനും എല്ലാത്തിനും വേണ്ടി നമ്മൾ കുറച്ച് നേരങ്ങളായിട്ട് കളിക്കും. അതിനുശേഷം ആസ് യൂഷ്വൽ എല്ലാം കഴിഞ്ഞു. പിന്നെ ഡിന്നറിന് കപ്പയായിരുന്നു, അതും കഴിച്ചിട്ട് നമ്മളുടെ ഡേ കഴിഞ്ഞു. ഗുഡ് നൈറ്റ് ഗൈസ്.